ഈ മനുഷ്യൻ ബോധം വന്നപ്പോൾ തന്റെ നെഞ്ചിൽ ഒരു വിചിത്ര ഉപകരണം കണ്ടു. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഒരു ശാസ്ത്രജ്ഞൻ സത്യം പറഞ്ഞു. മിസൈൽ ആക്രമണത്തിൽ അവന്റെ ശരീരത്തിൽ ഇരുമ്പ് ശകലങ്ങൾ കയറിയിരുന്നു. അവ ഹൃദയത്തിലേക്ക് എത്താതിരിക്കാൻ ഈ വൈദ്യുതകാന്തം ഘടിപ്പിച്ചാണ് ജീവൻ രക്ഷിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനിടെ ഒരു ഭീകരസംഘം അവിടെ എത്തി. അത്യാധുനിക ആയുധങ്ങൾ നിർമ്മിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ജീവൻ രക്ഷിക്കാൻ ഇരുവരും സമ്മതിച്ചു. പക്ഷേ ആ മനുഷ്യൻ രഹസ്യമായി മറ്റൊരു പദ്ധതി തയ്യാറാക്കി. ആദ്യം നെഞ്ചിലെ വലിയ ഉപകരണത്തിന് പകരം ചെറിയൊരു ശക്തിയന്ത്രം നിർമ്മിച്ചു. തുടർന്ന് ഇരുമ്പുകൊണ്ടുള്ള ഒരു പ്രത്യേക കവചവും ഉണ്ടാക്കാൻ തുടങ്ങി. ഇത് കണ്ട ഭീകരർക്ക് സംശയം തോന്നി. അടുത്ത ദിവസം ആയുധം തയ്യാറായില്ലെങ്കിൽ ഇരുവരെയും കൊല്ലുമെന്ന് അവർ ഭീഷണിപ്പെടുത്തി. ആ മനുഷ്യൻ രാത്രി മുഴുവൻ ഉറങ്ങാതെ ജോലി ചെയ്തു. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കവചത്തിന്റെ ആദ്യ രൂപം തയ്യാറായി. എന്നാൽ അത് പ്രവർത്തിക്കാൻ ഇനിയും കുറച്ച് സമയം വേണ്ടിയിരുന്നു. ഭീകരർ ആക്രമിക്കാനെത്തിയപ്പോൾ സമയം നേടാൻ ശാസ്ത്രജ്ഞൻ തോക്കുമായി പുറത്തേക്ക് പാഞ്ഞു. അത് കണ്ട ആ മനുഷ്യന് വലിയ വിഷമമായി. അല്പസമയത്തിനകം കവചം പ്രവർത്തനം തുടങ്ങി. ഭീകരരുടെ വെടിയുണ്ടകൾക്ക് അത് തുളയ്ക്കാൻ കഴിഞ്ഞില്ല. അവൻ എളുപ്പത്തിൽ ഇരുമ്പ് വാതിൽ തകർത്ത് പുറത്തേക്ക് രക്ഷപ്പെട്ടു. മരിക്കുന്നതിന് മുമ്പ് ശാസ്ത്രജ്ഞൻ അവനോടൊരു കാര്യം മാത്രം പറഞ്ഞു: നിന്റെ ജീവിതം പാഴാക്കരുത്. ഇത് ആരാണെന്നറിയുന്നവർ കമന്റ് ചെയ്യൂ.